ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി എന്നാൽ ഫുൾ ഡേ നല്ല അടിപൊളി മഴയായിരുന്നു. ബാക്ക് യാർഡൊക്കെ കിടക്കുന്നുണ്ടോ, ഫുള്ള് വെറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പാർട്ടി ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ലാസ്റ്റ് ടൈം ജിലുവിൻ്റെ ജെൻഡർ റിവീലിൻ്റെ സമയത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ. നല്ല മഴയായിരുന്നു. രണ്ടും മെയിൽ തന്നെയായിരുന്നു. മെയിൽ റെയിനി സീസൺ, സണ്ണി റെയിനി അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ടൈമാണ്. നമ്മൾ കുറ്റം പറയാൻ പാടുള്ളൂ. സോ നമ്മൾ ചൂസ് ചെയ്ത ടൈം ആക്ച്വലി അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം വെൽക്കം ടു അനദർ വീഡിയോ. ഇത് അതർ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ കുറേ നാളിന് ശേഷം ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ ആണ്. ഇതിപ്പോൾ ലോങ് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ജെൻഡർ റിവീൽ പാർട്ടിയാണ്. സോ എനിക്ക് ഇവിടെ നടക്കുന്ന പ്രോസസ്സുകളൊക്കെ ഒരു ലോങ് വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട്. സോ വെൽക്കം ടു അനദർ വീഡിയോ, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി. ഇന്നാണ് നമ്മുടെ ജെൻഡർ റിവീൽ. നമ്മുടെ ബേബി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാനുള്ള ജെൻഡർ റിവീൽ ഇന്നാണ്. അപ്പം ഇവിടെ വെച്ചാട്ടാണ് പാർട്ടി കേട്ടോ. ഇവിടെ ഈ അവസ്ഥ നിങ്ങൾ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും. ഇത് ബാർബിക്യൂ മിഷനാണ്. ബാർബിക്യൂ മിഷനിലാണ് നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ബാക്കി ഇവിടെ ഒരു ടെൻറ്റ് പോലെ ഒരു സാധനം കൂടി വരും. സോ എണ്ണിറ്റതേ ഉള്ളൂ. ഇനിയിപ്പം പോയി ബാക്കി വീട്ടിനകത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ നോക്കട്ടെ. ഒരുപാട് പണികളൊന്നുമില്ല, കാരണം കുറച്ച് പേരേ ഉള്ളൂ, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. സോ ഒരുപാട് പണികളൊന്നുമില്ല. ജസ്റ്റ് അവർക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒത്തിരി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ, എൻ്റെ റീൽസ് കാണുന്നവർക്കറിയാം ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം ചെയ്യണം. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ പന്തലിട്ടോ. ചെറിയ പരിപാടിയെന്ന് പറഞ്ഞിട്ട് ഈ പന്തലൊക്കെ ഇട്ടതിനെ കുറിച്ച് ചോദിച്ചാൽ മഴയാണ്. അപ്പം മൊത്തത്തിൽ കുളമാവണ്ട എന്ന് കരുതിയിട്ട് നമ്മുടെ ഗസ്റ്റ് വരുന്നവർക്കെല്ലാം കംഫർട്ട് നമ്മൾ നോക്കണമല്ലോ. അതാണ് നമ്മൾ പന്തലിട്ടെ. അപ്പം അതിട്ടതിന് ശേഷമാണ് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നത്. ഞാൻ ഇന്നിടും എന്തിടും എന്നുള്ള ഒരു പ്ലാനും എനിക്കില്ല. ഏതെങ്കിലും വൈറ്റ് ഡ്രസ്സ് എടുത്തിടാന്ന് നോക്കി കഴിഞ്ഞാൽ വീട്ടിലുള്ള വൈറ്റ് ഡ്രസ്സിനൊന്നും എൻ്റെ വയറ് ഫിറ്റ് ആവില്ല. ലേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ലേറ്റ് ആണ്. ഉടുപ്പ് പോലും ഞാൻ എടുത്തില്ല. ഫംഗ്ഷൻ 5 മണിക്ക് 2 മണിക്ക് കടയിൽ നിൽക്കി ഉടുപ്പെടുക്കാൻ. നമ്മളൊരു വൈറ്റ് ഡ്രസ്സ് സെലക്ട് ചെയ്യാം. വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ ഒരു റെഡ് സ്കാർഫാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. വൈറ്റ് ഡ്രസ്സ് ചൂസ് ചെയ്യാൻ കാരണം ഇത് എവിടെയും കിട്ടും. അതുകൊണ്ട് വൈറ്റ് ഡ്രസ് ലാർജ്, 2 വൈറ്റ് ഡ്രസ്സ് ഉണ്ട്. ഏതെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യും. സോ ഇതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ റിസ്കി ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇതിട്ട് നോക്കാം. ഏതെങ്കിലും വർക്കാവും. ചൂസ് ചെയ്തു. ഇനി ഒരു റെഡ് സ്കാർഫ് കൂടി നോക്കാം. ഉടുപ്പ് മേടിക്കുന്നതിൻ്റെ കൂടെ ഞാനൊരു ടോയ് കൂടി മേടിച്ചു. കാരണം ഇന്ന് ജെൻഡർ റിവീലിന് വരേണ്ട എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ പോയി അങ്ങ് പ്രസവിച്ചു. കാരണം ഇന്നലെ ചുമ്മാ ചെക്കപ്പിന് പോയതാ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് എല്ലാം സെറ്റാണ്, ഇന്ന് തന്നെ കെയർ നടക്കും എന്ന് പറഞ്ഞു. ഇന്നലെ അവൾ പ്രസവിച്ചു. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അച്ചാച്ചൻ അപ്പോൾ ഗേൾ ബേബിയാണ്. അപ്പോൾ ഗേൾ ബേബിനെ കാണാനായിട്ട് ഒരു ചെറിയ ടോയും പിന്നെ കുറച്ച് സ്നാക്സുമായിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ബേബിനെ കാണാൻ. എനിക്ക് ഇന്നലെ അവൾ അഡ്മിറ്റ് ആയപ്പോൾ തൊട്ടേ ഒരു ടെൻഷൻ. കാരണം ചുമന്ന് നമ്മൾ അവിടം വരെ എത്തും. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ നമുക്കൊരു ഭയങ്കര ടെൻഷനാണ്. അത് 2ാമത്തെ 3ാമത്തെ എത്ര ആയിക്കോട്ടെ, പ്രസവത്തിനോട് അടുക്കുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ വരും. അവൾ ഹോസ്പിറ്റലിൽ കയറിയപ്പം എനിക്കിവിടെ പ്രസവവേദന തുടങ്ങിയണൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇനിയിപ്പം മറ്റേണിറ്റി വാർഡിലോട്ട് കയറുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ടെൻഷൻ, ഒരു ആൻസൈറ്റി. സൂൺ ടു ബി നമ്മൾ അവിടെ ചെല്ലുമല്ലോ. പക്ഷേ അത് ഇനി അറിയത്തില്ല, അത് പറഞ്ഞു തരാം. പക്ഷേ 2ാമത്തേൽ ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്ക് ഇന്നലെ അവൾ അഡ്മിറ്റ് ആയപ്പോഴേ എനിക്ക് ടെൻഷനായി. അപ്പം എല്ലാം ഓക്കെ ആവുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് അതും കഴിഞ്ഞിട്ട് വീട്ടിൽ ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. സിജോ ഒക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാവരുടെ കൂടെ ജിലു കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ മൂവ്മെൻറ്റ് കുറച്ച് ഫാസ്റ്റായി. കാരണം ജിലു ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം കടയിൽ നിന്ന് സാധനമൊക്കെ എടുത്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പം ഞങ്ങൾ പോയി ബേബിനെ കൂടി കാണട്ടെ. ഈ വാതിൽ കിടന്ന് ഞാൻ ആദ്യമായിട്ടല്ല ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ജിലുവിനെ പ്രസവിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് നല്ല വയറുവേദന കാരണം ആംബുലൻസിൽ കയറി 2 തവണ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു. അങ്ങനെ 2ാമത്തെ തവണ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തിട്ട് പോയാൽ മതി. കാരണം എൻ്റെ ഗോൾ ബ്ലാഡർ എന്നൊരു സാധനമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെയും കിഡ്നിയുടെ ഒക്കെ ഇടയ്ക്ക് വരുന്ന എന്തൊരു സാധനമാണെന്ന് തോന്നുന്നു. അതിനകത്ത് പാൻക്രിയാസിനടുത്ത് വരുന്ന എന്തൊരു സാധനമാണ്. അതിനകത്ത് ഇൻഫെക്ഷനായിട്ട്, അത് യൂഷ്വലി ഈ പ്രഗ്നൻസി കഴിയുമ്പോഴത്തേന് മിക്ക സ്ത്രീകളിലും വരാറുള്ള ഒരു അസുഖമെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പം അത് ഇൻഫെക്ഷനായിട്ട് അത് റിമൂവ് ചെയ്യാനായിട്ട് എനിക്ക് സർജറി ഈ ഹോസ്പിറ്റലിൽ വെച്ചാണ് നടന്നത്. ബിക്കോസ് ഞാൻ അന്ന് പാല് കൊടുക്കുന്ന അമ്മ ആയതുകൊണ്ട് എനിക്ക് സാധാ വാർഡിൽ കിടത്താതെ എന്നെ മെറ്റേണിറ്റി വാർഡിലാണ് കിടത്തിയത്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ എനിക്കുണ്ട്. അന്ന് മെറ്റേണിറ്റി വാർഡിൽ കിടന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലാസ്റ്റ് ടൈം പ്രസവിച്ച ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാതെ ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത്. നല്ല ഫുഡ് എടുത്ത് കഴിക്കുക. വീഡിയോയില ഹെൽത്തി ആയിട്ടുള്ളത് എടുത്ത് കഴിക്കുക.
മെനിയന്മാര് അമ്മമാര് വന്നാലോ അപ്പൊ നമ്മൾ ഉടനെ തന്നെ ജെൻഡർ റിവീൽ ചെയ്യാൻ പോകണം. ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡ്രൈ ഐസ് വെച്ചിട്ട് ഡ്രൈ ഐസിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നിറയെ പുക പോകും. ആ പുകയിലേക്ക് നമ്മൾ സ്മോക്ക് ബോംബ് മറ്റേ കളർ ഏതാന്നുള്ളത് അത് ഇടുക. അതനുസരിച്ചാണ് നമ്മളിവിടെ ഇപ്പം ഇത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണത്. ചൂടുവെള്ളം വന്നു, അപ്പൊ തുടങ്ങാൻ പോവാണ്. ജെൻഡർ അറിഞ്ഞിവര് കെട്ടിപ്പിടിക്കുമ്പോ ആരും പോകരുത് കേട്ടോ. ബിനോയ് അതെ, ഇപ്പം ഷെയർ ചെയ്യണോ നിങ്ങൾ?